ഒരു 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള നൊസ്റ്റാൾജിക് ഫീല് വരുന്ന ഒരു കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. കണ്ടിലേ ഇരിക്കുന്നത് നമ്മുടെ പച്ചക്ക തോടാണ്, അല്ലെങ്കിൽ പച്ചക്ക തൊലിയാണ്, ബനാന പീൽ എന്ന് പറയും. അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് ഒരു ഗ്ലാസ് തേങ്ങ ചിരണ്ടിയത് വേണം, 2-3 ഉള്ളി വേണം, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില, 2-3 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. അപ്പോൾ ഈ മിശ്രിതം നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഒരു ഒഴുക്ക് കറിയാണ് വേണ്ടതെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അതല്ല തോരനാണെങ്കിൽ ഒന്ന് ജസ്റ്റ് സ്മാഷ് ചെയ്തെടുത്താൽ മതിയാവും. നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന തൊണ്ട് നമുക്ക് ചട്ടിയിൽ 1.5 ഗ്ലാസ് വെള്ളത്തിൽ വേവിക്കാൻ വയ്ക്കാം. അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് വേപ്പിലയൊക്കെ ഇട്ട് മൂടി വേവിക്കാൻ വയ്ക്കും. അത് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ, ഒരു 1/2 ഗ്ലാസ് പയർ, മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു 2 പച്ചമുളകൊക്കെ ഇട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ വേവിച്ച് വെച്ച പയർ ഈ പച്ചക്ക തൊണ്ടിലേക്ക് ഇട്ടിട്ട് അത് ഒരു 2-3 മിനിറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മിശ്രിതം അതിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ ഈ അരച്ച് വെച്ചേക്കുന്ന മിശ്രിതവും അതൊന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോഴേക്കും, നമ്മുടെ അരപ്പ് കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോഴേക്കും അതൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് താളിക്കാൻ ഉള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് 2-3 വറ്റമുളക്, 2-3 ഉള്ളി അരിഞ്ഞത്, കുറച്ച് വേപ്പില. അപ്പോൾ ഇത് കടുകിൽ പൊട്ടിച്ചിട്ട് ഇതെല്ലാം ഇട്ട് താളിച്ച ശേഷം നമ്മുടെ കറിയിലേക്ക് ഇതിട്ട് കൊടുക്കുക. അപ്പോൾ കറീനെ കാണാൻ എന്താ ഭംഗി. അതൊന്ന് ഇളക്കിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ എല്ലാവരുടെയും പഴയ കാല ഓർമ്മ ഉണർത്തുന്ന നമ്മുടെ പച്ചക്ക തൊണ്ട് കറി റെഡിയായിട്ടുണ്ട്. ഇത് മിക്കവരും വലിച്ചൊക്കെ കളയുന്നതാണ്. ഉപ്പേരി ഉണ്ടാക്കിയ ശേഷം, ചിപ്സ് ഉണ്ടാക്കിയ ശേഷം കളയുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡാണ്. പറ്റുമെങ്കിൽ ഉണ്ടാക്കി നോക്കൂ, ടേസ്റ്റിയാണ്. ട്രൈ ചെയ്യൂ.